കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ CBFC അഥവാ സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ റെഡ് ഫ്ലാഗ് കാട്ടിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിലിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ജാനകി എന്ന പേരാണ് CBFCക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന വിവരം. തലക്കെട്ട് മാത്രമല്ല, അതിക്രമത്തിനിരയാകുന്ന കേന്ദ്ര കഥാപാത്രത്തിന് നൽകിയ ജാനകി എന്ന പേര് തന്നെ ഒഴിവാക്കണമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് സെൻസർ ബോർഡ് വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നിലവിൽ ചിത്രത്തിന് പ്രദർശന അനുമതി നൽകുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. വിവാദം കെട്ടിച്ചമച്ചതാണെന്നും സിനിമയുടെ PR സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നും ഇതിനൊപ്പം മറുവാദങ്ങളും ഉയരുന്നുണ്ട്. 1952 സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സിനിമകളുടെ പൊതു പ്രദർശനം നിയന്ത്രിക്കുന്ന വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നിയമാനുസൃത സ്ഥാപനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട്, 1983 സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ 5B വകുപ്പ് പ്രകാരം പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചാണ് സർട്ടിഫിക്കേഷൻ പ്രക്രിയ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ തന്നെ നിയമിക്കുന്ന ചെയർമാനും 23 ബോർഡ് അംഗങ്ങളും ചേർന്നാണ് സിനിമകളുടെ സർട്ടിഫിക്കേഷൻ തീരുമാനിക്കുന്നത്. ഒരു സിനിമ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം സെൻസർ ബോർഡിന് അയക്കുകയും അത് ഏത് പ്രായക്കാർക്ക് കാണാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫൈ ചെയ്യപ്പെടുകയും വേണം. CBFCക്ക് കീഴിലുള്ള റീജിയണൽ ഓഫീസുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും വിലയിരുത്തൽ മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെൻട്രൽ ഓഫീസിലേക്ക് അയച്ച ശേഷം അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുമാണ് ചെയ്യുക. പുഷ്പയുടെ റിലീസ് പോലും പറഞ്ഞ സമയത്തിന് 45 മിനിറ്റ് വൈകിയത് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു. JSK എന്ന ചിത്രം തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിൽ പരിശോധിക്കുകയും 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് കാണാമെന്ന് അറിയിക്കുകയും ചെയ്തെങ്കിലും സെൻസർ ബോർഡ് ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടില്ല. ചിത്രത്തിന്റെ പേരിലെ ജാനകി ഒഴിവാക്കണമെന്നും കഥാപാത്രത്തിന്റെ പേര് തിരുത്തണമെന്നും അവർ വാക്കാൽ പറഞ്ഞതായാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. എന്തുകൊണ്ടാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തത്? പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ത്? എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് യാതൊരു വ്യക്തതയും നൽകാത്തതിനെ തുടർന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇതാദ്യമായല്ല ഒരു ചിത്രത്തിനെതിരെ ഇത്തരം സമീപനം CBFCയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതേ ജൂൺ മാസം തന്നെയാണ് തമിഴ് സിനിമാ സംവിധായകൻ വെട്രിമാരൻ സമാന അനുഭവം പങ്കുവച്ചത്. വെട്രിമാരൻ നിർമ്മിച്ച് ഗോപി നയനാർ സംവിധാനം ചെയ്ത ചിത്രം മാനുഷിക്കും സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരാണെന്നും ഒരു പ്രത്യേക സമുദായത്തെ അവഹേളിക്കുന്നതാണെന്നും സർക്കാരിന്റെ നയങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റി സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകരുതെന്ന് ശുപാർശ ചെയ്തത്. എന്നാൽ കൃത്യമായി ഏത് രംഗമാണെന്നോ മാറ്റം എന്താണെന്നോ അറിയിക്കാതെ പ്രദർശനം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് സെൻസർ ബോർഡ് നടപടിക്കെതിരെ വെട്രിമാരൻ ഇക്കഴിഞ്ഞ ജൂൺ 4 മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി ബോർഡിനെ അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാതാവ് വെട്രിമാരനോ സംവിധായകനോ ഒപ്പം വീണ്ടും ചിത്രം പ്രദർശിപ്പിക്കുകയും കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യാനും കോടതി ഉത്തരവായി. തുടർന്ന് CBFC കോടതിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 17 വെട്രിമാരനോട് മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ല ബോർഡ് സ്വീകരിച്ച നടപടിക്രമമെന്ന് വാദിച്ച വെട്രിമാരൻ കോടതി നടപടി അംഗീകരിക്കുകയും അതേസമയം തന്റെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. തീവ്രവാദ ബന്ധം ചുമത്തി കസ്റ്റഡിയിലെടുക്കുന്ന മാനുഷി എന്ന സ്ത്രീ അനുഭവിക്കുന്ന പോലീസ് പീഡനങ്ങളാണ് ആൻഡ്രിയ നായികയായി എത്തിയ ചിത്രത്തിന്റെ ഇതിവൃത്തം. സമാന സ്വഭാവമുള്ള സന്തോഷ് എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് വിധിച്ച വിധിയും അടുത്ത കാലങ്ങളിൽ സമൂഹം ചർച്ച ചെയ്തതാണ്. പോലീസ് അതിക്രമങ്ങളുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ചിത്രം ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാനാകുന്നു എന്നാണ് ബോർഡ് കൈക്കൊണ്ട നിലപാട്. കേന്ദ്ര സർക്കാരിന് സവിശേഷ താല്പര്യമുള്ള രാജ്യത്ത് വിദ്വേഷം പരത്താൻ ഉതകുന്ന തരത്തിലുള്ള ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾക്ക് യാതൊരു എതിർപ്പും കൂടാതെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ തന്നെ എതിർക്കപ്പെടേണ്ടതെന്ന് ഹിന്ദുത്വ സംഘങ്ങൾക്ക് തോന്നുന്ന ചിത്രങ്ങൾക്ക് സെൻസർ ബോർഡിന്റെ കത്രിക വീഴാറുണ്ടെന്നതാണ് ഇതിലെ വലിയ വിരോധാഭാസം. സിനിമയെ പരോക്ഷമായി ആക്രമിക്കാനുള്ള ടൂളായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പരിവർത്തിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2013 നവംബർ 15 പുറത്തിറങ്ങിയ സഞ്ജയ് ലീല ബൻസാലി ചിത്രം ഗൂരിയോം കി രാസ്ലീല രാംലീലയ്ക്ക് ശേഷം 2016 ജൂണിൽ പുറത്തിറങ്ങിയ ഉഡ്താ പഞ്ചാബ് എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് 94 കട്ടുകളും 13 മാറ്റങ്ങളുമാണ്.
പുറമെ അഡൽട്ട് സർട്ടിഫിക്കേഷൻ കൂടെ നൽകിയ സെൻസർ ബോർഡിനെതിരെ സഹനിർമ്മാതാവ് കൂടിയായ അനുരാഗ് കശ്യപ് കോടതിയെ സമീപിച്ചിരുന്നു. അന്നത്തെ സെൻസർ ബോർഡ് മേധാവി പഹ്ലജ് നിഹ്ലാനിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അനുരാഗ് കശ്യപ് ഉയർത്തിയത്. ഈ ലിസ്റ്റിലെ ഏറെ സെൻസേഷണൽ ആയ ചിത്രമായിരുന്നു 2017 ഡിസംബറിൽ റിലീസ് പ്രഖ്യാപിക്കുകയും CBFC സർട്ടിഫിക്കേഷൻ പ്രശ്നങ്ങൾ മൂലം 2018 ജനുവരിയിലേക്ക് പ്രദർശനം മാറ്റുകയും ചെയ്ത പത്മാവത്. പത്മാവതി എന്ന ചിത്രത്തിന്റെ പേര് പത്മാവത് എന്ന് തിരുത്തിയതിലുപരി ഗൂമർ എന്ന നൃത്തരംഗത്തിലും കോസ്റ്റ്യൂമിലും മാറ്റങ്ങൾ വരുത്താനായി ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. നോ ഫാദേഴ്സ് ഇൻ കശ്മീർ എന്ന അശ്വിൻ കുമാർ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെയും ഇത്തരത്തിൽ ബോർഡിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. യാതൊരു അഡൽ കണ്ടന്റും ഇല്ലാതെ എന്ന ചിത്രത്തിന് A സർട്ടിഫിക്കറ്റും സെന്റിമെന്റൽ സീനുകളുള്ള ഹൈദർ എന്ന ചിത്രത്തിന് US സർട്ടിഫിക്കറ്റും നൽകിയതിനെ ചോദ്യം ചെയ്ത് അശ്വിൻ കുമാർ രംഗത്ത് വന്നു. ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർഖ, ഇന്ത്യാസ് ഡോട്ടർ, വിശ്വരൂപം, സെക്സി ദുർഗ തുടങ്ങി ഏറ്റവും റീസെന്റ് ഉദാഹരണമായ എമ്പുരാൻ അടക്കം CBFC കത്രിക വെച്ചത് നിരവധി ചിത്രങ്ങൾക്കാണ്. പത്മാവത്, രാംലീല എന്നിവയ്ക്ക് പുറമെ സെൻസർ ബോർഡ് പേര് തിരുത്തിയ ചിത്രങ്ങളാണ് സെക്സി ദുർഗ, ലക്ഷ്മി ബോംബ് തുടങ്ങിയവ. രാജീവ് രവി ചിത്രങ്ങളായ കമ്മട്ടിപ്പാടത്തിനും ഞാൻ സ്റ്റീവ് ലോപ്പസിനും അതിലെ അക്രമ രംഗങ്ങൾ ഒഴിവാക്കാനും വാക്കുകൾ മ്യൂട്ട് ചെയ്യാനും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും നീണ്ട വെട്ടേറ്റ് വാങ്ങിയ ചിത്രം ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പുറത്തിറങ്ങിയ PA ബക്കറിന്റെ കബനി നദി ചുവന്നപ്പോഴായിരിക്കണം. 1800 അടി റീലുകളാണ് അന്ന് സെൻസർ ബോർഡ് വെട്ടിമാറ്റിയതെന്നാണ് പറയപ്പെടുന്നത്. പ്രദർശനത്തിന് തിയേറ്ററിലെത്തിയപ്പോൾ പോലീസും വെട്ടി. അന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് പ്രതികരിച്ചത്, തീവണ്ടി തട്ടി ചതഞ്ഞ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കിട്ടിയാൽ പോലും അതിന് ഇതിനേക്കാൾ രൂപം കാണുമെന്നാണ്. അടിയന്തരാവസ്ഥ സിനിമയിൽ നടത്തിയ ശസ്ത്രക്രിയയാണ് കബനി നദിയെങ്കിൽ ഈ നീണ്ട നിര ചിത്രങ്ങളെയും അതിലെ സെൻസർ ബോർഡ് കട്ടുകളെയും എന്ത് വിളിക്കേണ്ടി വരും? ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിന് രാമപത്നി സീതാദേവിയുടെ അപരനാമമാണ് നൽകിയതെന്ന് പറഞ്ഞ് കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റിയ ശേഷമേ പ്രദർശനത്തിന് അനുവാദം മൂളൂ എന്ന നയത്തെ എന്ത് വിളിക്കേണ്ടി വരും? ഇതിലൊക്കെ താൻ നിസ്സഹായനാണെന്ന കേന്ദ്രമന്ത്രി കൂടിയായ അഭിനേതാവിന്റെ വാക്കുകളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ അണിയറ പ്രവർത്തകർ നൽകുന്ന വിശദീകരണത്തിലും ചില പൊരുത്തക്കേടുകൾ മുഴച്ചു നിൽക്കുന്നുണ്ട്. റിലീസിന് മുൻപും ശേഷവുമായി പലതരത്തിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജികൾ പരീക്ഷിക്കുന്ന ഇടമാണ് സിനിമ എന്നതുകൊണ്ട് തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തത വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും.